ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാഘവേട്ട, ഇത്തിരി കറി കൂടി ഒഴിക്കട്ടെ. അല്ലേ ഒഴി. എന്തു പറ്റി? കറി ഇഷ്ടപ്പെട്ടില്ലേ? പറയുന്നതിലൊരു ഇഷ്ടമില്ലല്ലോ. എന്തോ ഒരു കുറവുണ്ട്. ഒരു കുറവുമില്ല. അല്ലെങ്കിലും രാഘവേട്ടനിപ്പോ ഒരു 100 കുറ്റം പറയാതെ ഒന്നും കഴിക്കില്ലല്ലോ. കേട്ടോ ശാന്തേ, കല്യാണം കഴിഞ്ഞ സമയത്തെ ഉപ്പില്ലാതെ വരെ ഞാൻ കറി വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഒരു കുറവും പറയാതെ ഇരുന്ന് കഴിച്ചു പോയിട്ട് ഞാൻ വന്ന് കഴിക്കാൻ നേരത്താ ഉപ്പിടാത്ത വിവരം ഞാൻ അറിയുന്ന തന്നെ. എന്നിട്ട് ഇപ്പൊ എന്ത് വെച്ചു കൊടുത്താലും ഒരു 100 കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ശരാശരി ആവശ്യം എന്താന്ന് പറയട്ടെ? താമസവും ഭക്ഷണവും. അതിൽ ഭക്ഷണത്തിന്റെ കാര്യം ഏറ്റവും അത്യാവശ്യം. പല കുടുംബങ്ങളിലുണ്ടാകുന്ന വഴക്കുകൾക്ക് പിന്നിലും ഈ ഭക്ഷണ പ്രശ്നം തന്നെ. കൈപുണ്യം അതൊന്നു വേറെ തന്നെ. അത് കൈവിട്ടു പോയാ എല്ലാം തീർന്നു. എന്ത് കൈവിട്ടു പോകുന്ന കാര്യാ അച്ഛനീ പറയണേ? ഭക്ഷണത്തിന്റെ കാര്യമാണേ. വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യ. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. ഒരു ഈവന്റിന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? 100-300 പേരൊക്കെ ഉണ്ടാവും. നല്ല രുചിയോടെ ഭക്ഷണം കൊടുത്താ അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വർക്ക് കിട്ടും. ഒരു ചെറിയ മിനി കാറ്ററിംഗ് യൂണിറ്റ് പോലെ നമുക്കത് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ല, അതൊക്കെ വലിയ വലിയ പരിപാടികളല്ലേ മോളെ. അതൊക്കെ ഇവരെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? ആ ശാരദയൊക്കെ ആണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തേനെ. അതെന്താ, ഞങ്ങൾ ഉണ്ടാക്കുന്നൊന്നും ഭക്ഷണമല്ലേ? അതല്ല, 100 പറഞ്ഞു കേട്ടില്ലേ, വായിക്ക് രുചിയായിട്ട് വേണം കൊടുക്കാനെന്ന്. സത്യമേ, കൊടുക്കാന്ന് പറ. ഞാനുണ്ടല്ലോ. ശാരദാമ്മ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ടേസ്റ്റായിട്ട് നമുക്കിവിടെ ചെയ്യാന്നേ. എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിച്ച് നിന്നാ മതി. അതിനൊക്കെ ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. എന്നാ പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞ സത്യമേ, ഭക്ഷണം നമുക്ക് നല്ല രുചിയോടെ തന്നെ കൊടുക്കാം. എന്നാ പിന്നെ പറഞ്ഞേക്കട്ടെ, ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഫംഗ്ഷൻ. എങ്ങനെയാ ശാന്തേ? ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനല്ല, ഒന്നും ചെയ്തിട്ടില്ല. ശാന്ത തന്നെ എല്ലാം നോക്കേണ്ടി വരും. നമുക്കിത് നടത്താൻ സത്യമേ. ധൈര്യമായിട്ട് പറഞ്ഞു മോളെ. എന്നാ ശരി സത്യാമ്മേ, പാർട്ടിയുടെ അഡ്വാൻസും കൊണ്ട് വരാൻ പറയാം. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും. ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്റെയും കൂടെ ആവശ്യമില്ലേ സത്യാമ്മേ? നമുക്കിത് ചെയ്യാന്നേ. ഇത് മാത്രമല്ല, ചെറിയ ചെറിയ കല്യാണമൊക്കെ പിടിക്കാം. എല്ലാം ശാന്തയുടെ കയ്യിലാണേ. മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ നാളെ ചെയ്യാം. ഇന്നല്പം നേരത്തെ ചെന്നില്ലെങ്കിൽ ആ റേഷൻ കട അടയ്ക്കും. എന്നാ പൊയ്ക്കോ. പൊന്നി പോട്ടെ.